എന്റെ മമ്മി മമ്മിയോട് ഇനി വഴക്കല്ലെന്ന് പറയടാടി. മമ്മി വാ മമ്മി, മമ്മി വാ മമ്മി. ഡാഡി ഡാഡി മമ്മിയെ വിളിക്ക് ഡാഡി. ഭർത്താവാണല്ലേ? അത് ഞാൻ അച്ചോ ദീപം ഭർത്താവാ. ദീപളുടെ കുട്ടിയത് മിനിമോള്. ഞങ്ങൾ ആരും നിനക്ക് മനസ്സിലാവില്ല. കർത്താവേ ഇത് നിന്റെ ഭർത്താവാ. അച്ചോ എനിക്ക് ഓർമ്മയുണ്ടോന്ന് ഇവൾക്ക് അറിഞ്ഞൂടാ. അല്ല എനിക്ക് ഓർമ്മയുണ്ടോന്ന് ഇവൾക്ക് അറിഞ്ഞൂടാന്നല്ല, ഇവൾക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. അച്ചോ ഇവള് പഴയ കാര്യങ്ങളൊക്കെ മറന്നു തോന്നണേ. എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അതെ അത് ഞങ്ങൾക്ക് അറിയാവുന്നോണ്ടല്ലോ ഞങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞത്. കണ്ട ഇത് കണ്ട, ഇന്ദുട്ടിന്റെ മോളാ. അതേ വായ, അതേ മൂക്ക്, അതേ കണ്ണ്. ഇന്ദുട്ടിന് ഒരു ചെറിയ അച്ചിലിട്ട് വാർത്തെടുത്ത പോലെ ഉണ്ട്. നിങ്ങളെ അവൾക്ക് ഓർമ്മിക്കാൻ കഴിയാത്തതിൽ വിഷമിക്കരുത്. കൊക്കയിൽ തേനെടുക്കാനിറങ്ങിയ മുതുവന്മാരാണ് ആക്സിഡന്റിൽപ്പെട്ട കുട്ടിയെ കണ്ടെടുത്തത്. വള്ളിപ്പടർപ്പിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നത്രേ. ഇവിടെ കൊണ്ടുവരുമ്പോൾ ബോധമുണ്ടായിരുന്നില്ല. എന്തായാലും മറ്റ് അംഗഭംഗങ്ങളൊന്നും കൂടാതെ ജീവനോടെ തിരിച്ചു കിട്ടിയല്ലോ. അതിന് സർവേശ്വരനോട് നന്ദി പറയുക. പക്ഷേ ആക്സിഡന്റിന്റെ ഷോക്കിൽ ആ കുട്ടിയുടെ ഓർമ്മയ്ക്ക് ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം. ഈ അസുഖത്തിന് ജിംനേഷ്യ എന്നല്ലേ ഫാദർ പറയാൻ വരുന്നത്. ഞാനൊരു സിനിമ കണ്ടിട്ടുണ്ട്. ജിംനേഷ്യ അല്ല, അംനീഷ്യ. ഇറ്റ് മീൻസ് ലോസ് ഓഫ് മെമ്മറി. ഇനി ഒരിക്കലും അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടില്ലേ ഫാദർ? സാധാരണ കേസുകളിൽ അങ്ങനെ സാധ്യതയില്ല. പിന്നെ ജീവിതത്തിലെ കഴിഞ്ഞുപോയ സംഭവങ്ങളുമായി സാദൃശ്യമുള്ള സന്ദർഭങ്ങളോ കാഴ്ചകളോ ചിലപ്പോൾ വീണ്ടും അവളെ ഓർമ്മയിലേക്ക് തിരിച്ചുവിട്ടേക്കാം. എനിഹൗ യു ആർ വെരി ലക്കി. ഞങ്ങൾക്ക് അവളെ കൊണ്ടുപോകുമോ ഫാദർ? ഷുവർ. ആ പേരെന്താന്ന് പറഞ്ഞില്ലല്ലോ. ആ ബെഞ്ചമിൻ സി കുരുവിള. അതെ. എന്താ ഇതൊന്നും കണ്ടിട്ടില്ലാത്തോടെ നോക്കണേ. എന്റെ ലവ് ബേർഡ്സാ. മാനം കളയാനായിട്ട് മുമ്പിൽ തന്നെ ഇട്ട് കളയാൻ. ഈ വീട്ടിൽ ഇത്രയും ചെട്ടിയോ? ഇതൊക്കെ ഫ്രെഡിയുടെ റെയർ കളക്ഷൻസാ. സോറി എന്തു, നീ പോയതിനു ശേഷം വീടൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കാ. കളഞ്ഞിട്ട് പോകുന്നുണ്ട്. ഈ അടുക്കി പെറുക്കി വെക്കുന്ന കാര്യത്തിൽ ഞാൻ വളരെ വീക്കാണെന്ന് നിനക്കറിയാലോ. നിനക്ക് അങ്ങനെ ശരിയാവും. മമ്മി ഇത് കണ്ടോ, ഡാഡിയുടെയും മമ്മിയുടെയും ഫോട്ടോ. ഇനി മിനിമോളെ വിട്ട് മമ്മി പോവോ? പറ മമ്മി, പോവില്ലെന്ന് പറ മമ്മി. ആ ഫോട്ടോ അവള് കണ്ടത് നന്നായില്ലേ? നമ്മൾ പറഞ്ഞൊക്കെ ഏതാണ്ട് അവൾക്ക് വിശ്വാസമായെന്നാ തോന്നണേ. ഇല്ലടാ, തോന്നണതല്ല, അവൾക്ക് വിശ്വാസമായി. എനിക്ക് ഉറപ്പാ. ഈ സംഭവാമി യുഗോ യുഗോ എന്നൊക്കെ പറഞ്ഞ് വെറുതെ അല്ല. യുഗോ യുഗോ അല്ല, യുഗേ യുഗേ. അത് നിന്റെ യുഗോ. അത് എന്നെ ഞാനും പറഞ്ഞ്. നമ്മൾ വെറുതെ നിന്ന് കൊടുത്താൽ മതി.
ഈ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചോണ്ട് അങ്ങോട്ട് പോയിക്കോളും. നിന്റെ കൂടെ ജീവിക്കാനാണ് അവൾക്ക് യോഗം. ആ നീ ഒന്ന് ചുമ്മാതിരി. അവളുടെ ബന്ധുക്കൾ ആരെങ്കിലും തപ്പിപ്പിടിച്ചിട്ട് ഇങ്ങോട്ട് വരുമെന്ന് എന്റെ പേടി. അവര് പകല് വരട്ടെ, അപ്പൊ പിന്നെ തപ്പി പിടിക്കണ്ടല്ലോ. എടാ ആ ബെഞ്ചമിന്റെ പേരും മത്തായച്ചന്റെ വീടിന്റെ അഡ്രസ് നമ്മൾ രണ്ടല്ലേ കൊടുത്തേക്കണേ. അപ്പൊ പിന്നെ ആര് തപ്പി പിടിച്ചു വരാൻ? എളുപ്പം പറിച്ചു വെക്കണേ. മത്തായച്ചൻ താമസം ഇങ്ങോട്ട് മാറ്റിയോ? ഏയ് അങ്ങനെ വരാൻ വഴിയുണ്ടോ? ചിലപ്പോ മത്തായച്ചൻ അവിടെ നിന്ന് ഇങ്ങോട്ട് താമസം മാറ്റുകയാണെങ്കിലോ. എന്തിനാ വിളിക്കണേ? അമ്മേ ഇപ്പൊ മൂലം പൂരാണ് ഒരേപോലെ അയ്യൻ. ഈ ചേരൊക്കെ എടുത്ത് അടക്കി വെക്കി. ചേരക്കെടുത്ത് അടുക്കി കൃഷ്ണന്റെ ഫോട്ടോ എടുത്ത് അകത്തേക്ക് വെക്കട്ടെ. ഫോട്ടോ എടുത്ത് പള്ളിയിലേക്ക്. ഈ പൂച്ചട്ടിയൊക്കെ ലൈനായിട്ട് വെച്ച്. ആ പൂച്ചട്ടി നല്ലൊരു പൂന്തോട്ടം ഈ ഫാൻ ഇവിടെ വെച്ചാ ഇത് തട്ടി പോലും നീ എന്താ നോക്കിക്കണേ? ആ കട്ടിലിട്ട് എവിടെ കൊണ്ട് നോക്കണം. ഞാൻ പറഞ്ഞില്ലേടാ മോനെ കാഴ്ച കുറവുണ്ടെന്ന്, അല്ല കേൾവി കുറവുണ്ടെന്ന്. മത്താച്ചൻ എന്താ ഇങ്ങോട്ട് താമസം പറ്റിയേ? നിങ്ങൾ വിചാരിച്ചത് എനിക്ക് ഇതുവരെ നല്ലൊരു വാടകക്കാരന് കൂടി തരാൻ പറ്റില്ലല്ലോ. അതുപോട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ കൃത്യമായിട്ട് വാടക തരാൻ പറ്റുമോ? അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുപിൻ തുറക്കപ്പെടും. താക്കോല് കയ്യിലുള്ളപ്പോ എന്തിനാ മുട്ടുന്നേ? കീഹോളിട്ട് തിരിച്ചാ പോരെ, സ്വന്തം വീടല്ലേ. എടാ ആ ജോത്സ്യം പറഞ്ഞ എത്ര സത്യ. ഒരു യുവ കോമളം തന്നെ എനിക്ക് കിട്ടും. ഫാമിലിയാ? എടാ നല്ല ഒന്നാമത്തെ ഓർത്തഡോക്സ് ഫാമിലി. അയാൾ എവിടെയുള്ള പാർട്ടിയാ? ആ ഇവിടൊക്കെ തന്നെയുള്ള പാർട്ടിയാ. ടുലറ്റ് ബോർഡ് കണ്ട് അന്നേ ഞാൻ നോട്ട് ചെയ്ത ഈ വീട് മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. But your sweet lips, all that are so to the past, that pretends that we together all alone. I'll know the man to stand that you could I know, and you can tell your friend there with you. Go. റെഡി? എനിക്കിത്തിരി വെള്ളം. നന്ദിനി ഇവിടെ വെക്കില്ലേ? നന്ദിനി ഇവിടെ ഇല്ല. നന്ദിനി ഇവിടെ ഇല്ലേ? പിന്നെ ഇവിടെ പോയി? ഭർത്താവും കുട്ടിയും കൂടി ഒന്ന് കൂട്ടിക്കൊണ്ടുപോയെന്നു. ഭർത്താവ് കുട്ടിയോ? ഇനി കാനഡയിൽ വെച്ചുള്ള വല്ല ബന്ധുവായിരിക്കോ? എന്താ വക്കീലൊന്നും മിണ്ടാത്തത്? ഏയ് നന്ദിനി കുട്ടിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല. ഉണ്ടെങ്കിൽ ഞാൻ അറിയാതിരിക്കോ? ഇതിലെന്തോ ഒരു ചതിയുണ്ട്. ഏതവനാ ഞങ്ങളുടെ കുട്ടിയെ കൊണ്ടുപോയതെന്ന് വല്ല വിവരമുണ്ടോ? കേട്ട് പരിചയമുള്ള പേരാ, ഒരു ബെഞ്ചമിൻ സി കുരുവ. നന്ദിനിയെ കാണാൻ നമ്മുടെ വീട്ടിൽ വന്ന ആകാംക്ഷി. അതെ അതെ. ആ അവന്റെ അഡ്രസ് കിട്ടിയിട്ടുണ്ട്. അവന്റെ അന്നത്തെ വരവും ഭാവവും കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ അവൻ പ്രശ്നക്കാരാണ്. എന്തായാലും കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അതെന്നെ മഹാഭാഗ്യം. ആ പിന്നെ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വെറുതെ ചുറ്റിക്കിറക്കണ്ട. നിങ്ങൾ വീട്ടിൽ പൊക്കോളൂ, നിങ്ങൾ തപ്പി പിടിച്ചോളാം. പൊക്കോളൂ പൊക്കോളൂ. പിന്നെ രാജേന്ദ്ര, ബഹളത്തിനും ഒച്ചപ്പാടിനൊന്നും നിൽക്കരുത്. വളരെ തന്ത്രപരമായിട്ട് വേണം സംസാരിക്കാൻ.